നമസ്കാരം. നാട്ടുകൾ വിഷന്റെ ന്യൂസ് at 10 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത മണ്ണാർക്കാട് ജില്ലയിലെ ആദ്യത്തെ വിദ്യാലയമായ തിരുവിഴാങ്കുന്ന് CPAUP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നടന്നു. KTDC ചെയർമാൻ PK ശശി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. സൂംബ വ്യായാമം കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷം വളർത്തുന്ന ഒന്നാണെന്ന് അതിനെ എതിർക്കേണ്ടത് യാതൊരു ആവശ്യമില്ലെന്നാണ് തൻ്റെ നിലപാടെന്ന് KTDC ചെയർമാൻ PK ശശി പറഞ്ഞു. തിരുവിഴാങ്കുന്ന് CPAUP സ്കൂളിൽ സമ്പൂർണ്ണ സ്മാർട്ട് റൂമുകളുടെ ഉദ്ഘാടനവും LSS SSLC +2 NMMS വിജയികളെ അനുമോദിക്കലും ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വരുന്ന ഓരോ സംഭവങ്ങളാണെന്നും അതിനെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാറ്റത്തെ കാണാതെ ഇതൊക്കെ വരുമ്പോഴേക്ക് എതിർക്കേണ്ട ഒരു കാര്യമില്ല. ശിഹാബിനി ഇപ്പം എങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും അതിനെ എതിർക്കുന്നില്ല. ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളല്ല. ഇതൊക്കെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വരുന്ന കുറെ സംഭവങ്ങളാണ്. അപ്പൊ ആ പുതിയ കാലത്തോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ്. പൊരുത്തപ്പെടാൻ കഴിയുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം നോക്കിയാൽ മതി. ഏക വിഭാഗം മനുഷ്യനായിരുന്നു എന്നത് കൊണ്ടാണ് മനുഷ്യൻ നിലനിൽക്കുകയും വളരുകയും കൂടുതൽ വികസിക്കുകയും ചെയ്തത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ചടങ്ങിൽ വാർഡ് മെമ്പർ ഫസീല സുഹൈൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ വട്ടശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി. മാനേജർ CP ഷിഹാബുദ്ദീൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ C. വത്സൻ TS, വാർഡ് മെമ്പർ ആയിഷ O, PTA പ്രസിഡന്റ് ഹംസ തയ്യിൽ, MPTA പ്രസിഡന്റ് സാബിറ, മുൻ പ്രധാനാധ്യാപകരായ കുഞ്ഞീദ് മാസ്റ്റർ, ശാലിനി ടീച്ചർ, SRG കൺവീനർ ബിന്ദു P. വർഗീസ്, റിട്ടയർഡ് അധ്യാപകരായ M. മോഹൻദാസ്, P. നൂർജഹാൻ, E. ലളിത, പ്രോഗ്രാം കൺവീനർ ഹാരിസ് KT എന്നിവർ സംസാരിച്ചു. തുടർന്ന് USS പരിശീലനത്തിൻ്റെ തുടക്കം കുറിച്ച് PTA പ്രസിഡന്റ് തയ്യിൽ ഹംസ മാസ്റ്റർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസും എടുത്തു. ചടങ്ങിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഇനി ചടങ്ങിലെ പ്രധാന ദൃശ്യങ്ങളിലേക്ക്. First of all, let us everybody testify. Answer. Shari. അടുത്തതായി ഉപകാരം സമർപ്പിക്കുന്നത് ഷഹന ഷരി, ഫർഹാന, റഷ, അടുത്തതായി ഉപകാരം സമർപ്പിക്കുന്നത് സന ഹുസൈൻ, താര കൃഷ്ണ, അടുത്തതായി LSS അമർനാഥ്, മെഹ്ര, ഉദാമ, ഉസ്മാ മെഹർ, മുഹമ്മദ് അദിന, ടോപ്പി, അമ്ന റിയാസ്, മുഹമ്മദ് റസാൻ, ട്രോഫി കിട്ടാത്ത ഉണ്ട്.
ഇതോടുകൂടി അമ്മ പറഞ്ഞു മോന് ഭയങ്കര ബുദ്ധിയാണ്. ാവുമ്പോല്ലോ ഇവന്റെ വികൃതി കൊണ്ട് ഇവനെ അവിടുന്ന് പുറത്താക്കിയതാണ്. 1000-ൽ പരം ആളാണ് അദ്ദേഹം. ഉമ്മയാണ് ഗൈഡൻസ്. ചെറിയ കുട്ടിയാവുമ്പോ തന്നെ അവൻ എന്തുണ്ടാക്കിയാലും അതിന് ഉമ്മ സമ്മതിക്കും. കൂടി ഇങ്ങനെ വന്നു നോക്കും ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന്. നിങ്ങൾ നോക്കണ്ട കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന്. കുട്ടികളവിടെ കളിക്കുകയാണോ, പുസ്തകം വായിക്കുകയാണോ, മൊബൈലിൽ തോണ്ടുകയാണോ? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇവന് നല്ല ആ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളെ കുട്ടികൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്കില്ലില്ലാതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും? ഇല്ല. അനക്കോ ഇവരെന്താ ചെയ്ത് കളിച്ചതാണ്. ഇനി പി കെ ശശിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. ഇന്നതുവരെ എന്നോട് വല്ലാത്തൊരു വൈകാരികമായ ബന്ധം കാത്തുസൂക്ഷിച്ച പ്രിയപ്പെട്ട ഉമ്മറാജിയുടെ മുഖമാണ് എൻ്റെ മനസ്സിലോടിയത്. മരിക്കുന്നത് വരെ CP എനിക്ക് ഏറ്റവും അടുത്തയാളായിരുന്നു. ഒരു കാലഘട്ടത്തിലും ഒരു സന്ദർഭത്തിലും ഒരു അന്യതാബോധം ഞങ്ങൾക്ക് ഇരുവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം CPയോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവായി ഉത്തരം പറയാറില്ല എന്നതായിരുന്നു CPയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൂടുതൽ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഇപ്പോഴത്തെ മാനേജർ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ശിഹാബ്, ഇവിടെയുള്ള അർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇവിടെയുള്ള അധ്യാപകർ, PTA, MPTA, PTA-ക്കെല്ലാം വളരെ വലിയ സവിശേഷമായ പങ്കാണ് വർത്തമാനകാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ നിർവഹിക്കാനുള്ളത്. ഇവരെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഗവൺമെൻറ് മുഴുവൻ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കുക എന്ന പദ്ധതി ഇപ്പോൾ ഹയർ സെക്കൻഡറി നിലവാരം വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഹയർ സെക്കൻഡറി വരെയുള്ള ഗവൺമെന്റ് വിദ്യാലയങ്ങളെല്ലാം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഒരു അപ്പർ പ്രൈമറി സ്കൂൾ, ഒരു എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂൾ, അതിന്റെ മുഴുവൻ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കിയ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് ഈ സമയം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതൊരു അപൂർവമായ നേട്ടമാണ്. അത് മണ്ണാർക്കാട് വിദ്യാഭ്യാസ സബ് ജില്ലയിലെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും കരസ്ഥമാക്കാൻ സാധിക്കാത്ത അഭിമാനകരമായ നേട്ടമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുക. നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, ഇത് പൊതുസമൂഹമാകെ സ്വന്തം എന്ന രൂപത്തിൽ ഏറ്റെടുത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ CPI UP സ്കൂൾ. അത് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ പ്രകടമായി കാണുന്നുണ്ട്.